ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധി ബിഷപ്പിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അങ്ങനെ ബിഷപ്പിനെതിരെ സംസാരിച്ചതെന്നും ഇതിനൊക്കെ എന്താണ് കാരണമായതും എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നത് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക. എന്നാൽ മാത്രമേ ഈ ഒരു വീഡിയോ കുറച്ച് പേരിലേക്ക് എത്തത്തുള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. രേണു സുധി ഉണ്ടെങ്കിൽ ബിഷപ്പും തമ്മിലുള്ള ഇഷ്യൂസ് തുടങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ട്. ബിഷപ്പിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ഇനി ബിഷപ്പ് ആണ് ഈ രേണു സുധിക്കൊക്കെ താമസിക്കാൻ വേണ്ടി ആ ഒരു വീട് വെച്ച് കൊടുത്ത ആ ഒരു സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ. ഈ ഒരു ബിഷപ്പ് തന്നെയാണ് ഇവർക്കിത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് വീട് വെച്ച് കൊടുത്തതും രേണു സുധിയും മക്കളും ഒക്കെ താമസിക്കുന്നത്. ഈ ഒരു നല്ല രീതി ചെയ്തതിന് ശേഷം, നല്ല കാര്യം ചെയ്തതിന് ശേഷം ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ അധികം പേര് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ബിഷപ്പ് ഇങ്ങനെ ചെയ്ത് വളരെ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞിട്ട്. അതിനിടയിൽ ഈ ഒരു രേണുവായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും രേണുവിനെതിരെയൊക്കെ സംസാരിക്കുകയൊക്കെ ബിഷപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. തന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഈ രേണു വലിച്ചിഴയ്ക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ബിഷപ്പ് പല ഇൻ്റർവ്യൂസിലും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ബിഷപ്പ് ഉണ്ടെങ്കിൽ ഷഫീന ബീവി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയുടെ താഴെ പോയി കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഷഫീനയും രേണുവിനെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് രേണുവിൻ്റെ കൂട്ടുകാരികളും ഒക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കുന്നത്. ഈ ഒരു ബിഷപ്പ് ഉണ്ടെങ്കിൽ രേണുവിനെതിരെയൊക്കെ സംസാരിക്കുന്ന ഏത് വീഡിയോ കണ്ടാലും അവിടെ ചെന്ന് കമൻ്റ് ഇടുകയൊക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്യും. അത് നല്ലൊരു കാര്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ രേണുവിൻ്റെ ഫ്രണ്ട്സും കൂടെ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഏറ്റവും വലിയ വിറ്റെന്താണെന്നറിയാവോ? രേണുവിനെതിരായും എനിക്കെതിരായും ആര് വീഡിയോ ഇടുന്നു ആ വീഡിയോയുടെ ആദ്യത്തെ കമന്റ് ആരുടെയെന്നറിയാവോ? ഓ ജീസസ്. ഞാൻ അന്നേരം കയറി ചോദിച്ചു, അച്ഛന് വേറെ ജോലി ഇല്ലേ അച്ഛോ? ഈ രേണുവിന്റെ മോശം പറയാ എന്നെ മോശം പറയാൻ ചെയ്യുന്നവരുടെ താഴെ ന്യായത്തിന്റെ കൂടെ നിന്നല്ല ഈ ചേച്ചിയുടെ മോനെ പറഞ്ഞിട്ട് ആ റൗണ്ട് ചെയ്തിട്ടതിനും അച്ഛൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. നല്ലത് വരട്ടെ, മുന്നോട്ട് നീങ്ങിക്കൊള്ളാനും അവളടുത്ത് പറയുന്നു. ഞാൻ ഇന്ന് നാളെ വീട്ടിൽ ചെയ്യല്ലേ പാപ്പോട്ടെ. കാണുന്നതല്ലേ നമ്മുടെ മുറ്റത്ത് നിന്ന് അച്ഛന്റെ വീട് അപ്പുറത്താണ്. ഞങ്ങൾ ഇങ്ങനെ കാണും, അവിടെ നിന്ന് കാണും, ഞാനിവിടെ നിന്ന് കാണും. അല്ലേ അച്ഛാ? ഇതായിരുന്നു രേണു സുധി ആ ഒരു ഫ്രണ്ട്സും കൂടി ചേർന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനുണ്ടെങ്കിൽ ഏതൊരു വീഡിയോയും രേണുവിനെതിരെയും തനിക്കെതിരെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വീഡിയോയ്ക്ക് കമൻസും സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തിനാണ് അച്ഛൻ ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഈ ഒരു രേണുവിൻ്റെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, അച്ഛന് വേറെ വല്ല ജോലിയില്ല, ഇത് തന്നെ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ആ ഒരു ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രേണു പറയുന്നുണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, എനിക്ക് കാണാവുന്നേ ഉള്ളൂ, നേരെ അങ്ങോട്ട് ഞാൻ പോകാൻ പോവാണ്, എന്താണ് എൻ്റെ അടുത്ത് സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ മുഖത്ത് നോക്കി പറയട്ടെ, അല്ലാതെ ഇങ്ങനത്തെ കമൻസൊക്കെ ഇടുന്ന കാര്യം എന്തിനാ എന്നുള്ള രീതിയിൽ ഈ ഒരു രേണു ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ ഒരു ബിഷപ്പ് കുറച്ച് നാൾ മുമ്പായിട്ട് ഈ ഒരു രേണു സുധിയൊക്കെ ബിഗ് ബോസിലായിരുന്ന സമയത്ത് എന്നെ പറയുന്നുണ്ടായിരുന്നു, എന്നെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ വലിച്ചഴിക്കുവാണ്, ഞാൻ ആകെ ചെയ്ത തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് താമസിക്കാൻ വീട് വെക്കാൻ സ്ഥലം കൊടുത്തു എന്നുള്ളത് മാത്രമാണ്. ഇതിപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം എനിക്ക് എൻ്റെ മാനസികാവസ്ഥ തന്നെ തെറ്റിയിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് നാളുകളായിട്ട് ഈ ഒരു ബിഷപ്പിനെ വീഡിയോ ഒന്നും കാണാനില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ഷഫീന ഒരു ലൈവ് വരുന്നത്. അതിനകത്ത് ഇത് കണക്ക് ബിഷപ്പ് എന്നൊരു സപ്പോർട്ട് അറിയിക്കുന്നത്. അതിന് ശേഷമാണ് ഇത് കണക്ക് രേണുവും കൂട്ടരും കൂടെ ചേർന്നിട്ട് ഈ ഒരു വീഡിയോ ഇടുന്നത്. സോ ഇതിന് മറുപടിയായിട്ട് ഇനി ബിഷപ്പ് വല്ല ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ടോ എന്നൊന്നും അറിയുന്നില്ല. എന്തായാലും ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു വീഡിയോയും ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, ബൈ.